വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖില മിസ് ആണ്. സോ നമ്മുടെ ബേസിക് സയൻസിൽ ആനുവൽ എക്സാം ആണ് നാളെ അല്ലേ. അപ്പൊ നമ്മുടെ എക്സാമിന് ചോദിക്കാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മക്കള് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് ദ മെത്തേഡ് ടു സെപ്പറേറ്റ് ദ കമ്പോണന്റ്സ് ഫ്രം ദ ഫോളോയിങ് മിക്സ്ചേഴ്സ് അല്ലെ. ഇവിടെ രണ്ട് മിക്സ്ചേഴ്സ് തന്നിട്ടുണ്ട്. അപ്പൊ ആ രണ്ട് സിറ്റുവേഷൻസിലും നമുക്ക് ഏത് രീതിയിൽ അതിന്റെ കമ്പോണന്റ്സിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ആദ്യത്തേത് എന്ന് പറയുന്നത് ടു സെപ്പറേറ്റ് സോൾട്ട് ആൻഡ് മഡ് ഫ്രം സോൾട്ട് കവേർഡ് വിത്ത് മഡ് അല്ലെ. അതായത് നമ്മുടെ കയ്യില് ചെളിയും ഉപ്പും കൂടെ എന്ത് ചെയ്യാണ് മിക്സ് ആയി കിടക്കുകയാണ്. അപ്പൊ ഉപ്പും ചെളിയും കൂടെ മിക്സ് ആയിട്ടുള്ളതിനകത്തുനിന്ന് അതിനെ രണ്ടിനെയും നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുക? അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സോൾട്ടും മഡും ആണ് അല്ലെ, ഉപ്പും ചെളിയുമാണ്. നമ്മൾ അതിലേക്ക് കുറച്ച് വാട്ടർ ആഡ് ചെയ്യാന്ന് വിചാരിക്കുക. കുറച്ച് വാട്ടർ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു മിക്സറിലേക്ക് ആഡ് ചെയ്യുന്നു. അപ്പൊ നമുക്കറിയാം ഉപ്പ് എന്ത് ചെയ്യും, വേഗം വാട്ടറിൽ ഡിസോൾവ് ആവും അല്ലെ. അതേസമയം നമ്മുടെ മഡ്, നമ്മുടെ ചെളി എന്ത് ചെയ്യില്ല, വാട്ടറിൽ ഡിസോൾവ് ആവുകയില്ല. അപ്പൊ നമ്മൾ വാട്ടർ ആഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങൾ, നമ്മുടെ സോൾട്ട്, നമ്മുടെ ഉപ്പ് എന്ത് ചെയ്യുന്നു, ജലത്തിൽ ലയിച്ച് ചേരുന്നു അല്ലെ. അങ്ങനെ ലയിച്ച് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫിൽട്രേഷൻ വഴി എന്ത് ചെയ്യാൻ പറ്റും, ഈ സോൾട്ട് സൊല്യൂഷനെയും ഈ ഉപ്പ് ലായനിനെയും ചെളീനെയും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. അങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളെ കയ്യിലുള്ള സോൾട്ട് സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹീറ്റ് ചെയ്യുന്നു, നമ്മൾ ചൂടാക്കുന്നു. അപ്പൊ നമുക്കറിയാം അവിടെ ഇവാപ്പറേഷൻ നടക്കും അല്ലെ, ബാഷ്പീകരണം നടക്കും. അപ്പൊ ആ വെള്ളമൊക്കെ നമ്മൾ ആഡ് ചെയ്ത വെള്ളമൊക്കെ അപ്പൊ എന്തായിക്കോളും, അതൊക്കെ ഈ പറയുന്ന പോലെ വാട്ടർ വേപ്പർ ആയിട്ട് ബാഷ്പമായിട്ട് പുറത്തേക്ക് പോകും. ആൻഡ് നമുക്ക് നമ്മൾ ചൂടാക്കിയിട്ടുള്ള പാനിൽ എന്ത് മാത്രം കിട്ടും, സോൾട്ട് മാത്രം കിട്ടും. അപ്പൊ ആദ്യം വെള്ളം ഒഴിച്ച് ഫിൽട്ടർ ചെയ്ത സമയത്ത് നമുക്ക് ചെളി കിട്ടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവാപ്പറേറ്റ് ചെയ്തു അല്ലെ, അതായത് എന്ത് ചെയ്തു, നമ്മൾ ഹീറ്റ് ചെയ്ത സമയത്ത് നമുക്ക് എന്ത് മാത്രം കിട്ടി, സോൾട്ട് മാത്രം കിട്ടി. അപ്പൊ ആ രീതിയിൽ രണ്ടും കൂടെ എന്ത് ചെയ്യാണ്, മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സെപ്പറേഷൻ നമ്മൾ നടത്തുന്നത്. അപ്പൊ ഓർത്തു വെക്കുക, ഇപ്പോഴും ഒരു മെത്തേഡ് മാത്രം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് നടക്കണം എന്നില്ല, കംപ്ലീറ്റ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റണം എന്നില്ല. അപ്പൊ നമുക്ക് ഒന്ന് കൂടുതൽ മെത്തേഡ്സും എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഓക്കെ, അടുത്ത ചോദ്യം ഇതായിരുന്നു, ടു സെപ്പറേറ്റ് അയേൺ ഫ്രം ടീ ഡസ്റ്റ് അല്ലെ. നമ്മുടെ ചായപ്പൊടിയിൽ നിന്ന് നമുക്ക് അയേൺ വേർതിരിച്ചെടുക്കണം. അപ്പൊ നമുക്കറിയാം അയേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, യെസ്, അയേൺ എന്ന് പറയുന്നത് നമ്മുടെ മാഗ്നറ്റ്, കാന്തം വെച്ചിട്ട് അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ആളാണ് അല്ലെ. അയേൺ എന്ന് പറയുന്നത് കാന്തം അട്രാക്ട് ചെയ്യുന്ന ഒരു വസ്തുവാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് കാന്തിക വസ്തുക്കളും അകാന്തിക വസ്തുക്കളും ഉണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ മാഗ്നറ്റ് അട്രാക്ട് ചെയ്യുന്ന ആളാണ് ഈ പറയുന്ന അയേൺ എന്ന് പറയുന്നത്. എന്നാൽ മാഗ്നറ്റ് അട്രാക്ട് ചെയ്യാത്ത ആളാണ് ആര്, നമ്മുടെ ടീ ഡസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒരാൾ അട്രാക്ട് ചെയ്യുന്നതാണ്, ഒരാൾ അട്രാക്ട് ചെയ്യാത്തതാണ്. സോ നമുക്ക് മാഗ്നറ്റിക് സെപ്പറേഷൻ നടത്താം. കാന്തം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അയേൺ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. ആൻഡ് ഒരു ചോദ്യം കൂടെ ഉണ്ടായിരുന്നു, റൈറ്റ് ആൻ എക്സാമ്പിൾ ഫോർ ദ സെപ്പറേഷൻ ഓഫ് വൺ കമ്പോണന്റ് ഫ്രം എ മിക്സ്ചർ ബൈ ഫിൽട്രേഷൻ അല്ലെ. അതായത് അരിക്കൽ ഉപയോഗിച്ചിട്ട് ഘടകത്തെ നമ്മൾ എന്ത് ചെയ്യാണ്, വേർതിരിക്കുകയാണ്, ഒരു മിശ്രിതത്തെ നമ്മൾ വേർതിരിക്കുകയാണ്. അപ്പൊ നിത്യജീവിതത്തിലുള്ള ഒരു എക്സാമ്പിൾ എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം കൃത്യമായിട്ടുള്ള ഒരു സീവ് ഉപയോഗിച്ചിട്ട്, ഒരു അരിപ്പ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യാറ് അല്ലെ. ഇപ്പൊ നമ്മുടെ വീട്ടില് ഒരു സ്ട്രെയിനർ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ചായ അരിച്ചെടുക്കുന്നുണ്ട് അല്ലെ, തേയിലൊക്കെ അരിച്ചു മാറ്റാറുണ്ട്. എന്നിട്ട് നമ്മൾ ചായ എന്ത് ചെയ്യാറുണ്ട്, കുടിക്കാറുണ്ട് അല്ലെ. അത് ഫിൽട്രേഷൻ എക്സാമ്പിൾ ആണ്. കൺസ്ട്രക്ഷൻ പണിക്ക് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ മണൽ അല്ലെ, സാൻഡ് നമ്മൾ അരിച്ചെടുക്കാറുണ്ട്. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, ഈ പറയുന്ന ഫിൽട്രേഷൻ അല്ലെ, അരിക്കലിന് എക്സാമ്പിൾ ആണ് എന്ന് ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം ഇതാണ്, ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻടു പ്യൂർ സബ്സ്റ്റൻസ് ആൻഡ് മിക്സ്ചേഴ്സ് അല്ലെ. തന്നിരിക്കുന്ന നമ്മൾ എന്താക്കണം, പ്യൂർ സബ്സ്റ്റൻസ് എന്നും മിക്സ്ചർ എന്നും, അതായത് ശുദ്ധ പദാർത്ഥം എന്നും മിശ്രിതം എന്നും വേർതിരിക്കണം. അപ്പൊ നമുക്കറിയാം ഒരു സബ്സ്റ്റൻസ് നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് ഒരേ ടൈപ്പ് മോളിക്യൂൾസ് അല്ലെ, തന്മാത്രകളെ ഉള്ളൂ എങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം, പ്യൂർ സബ്സ്റ്റൻസ്, ശുദ്ധ പദാർത്ഥം എന്ന് വിളിക്കാം. എന്നാൽ ഒന്നിൽ കൂടുതൽ ടൈപ്പ് മോളിക്യൂൾസ് അല്ലെങ്കിൽ തന്മാത്രകൾ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ എന്താ വിളിക്കുക, മിക്സ്ചേഴ്സ് അല്ലെങ്കിൽ മിശ്രിതം എന്നാണ് വിളിക്കുക അല്ലെ. ഇവിടെ ഇപ്പൊ ഷുഗർ സൊല്യൂഷൻ ആണ് ആദ്യത്തെ തന്നെ. ഇതാ നോക്കിയാൽ നിങ്ങൾ, ഷുഗർ സൊല്യൂഷൻ, പഞ്ചസാര ലായനിയ. അപ്പൊ നമുക്കറിയാം ഷുഗർ സൊല്യൂഷൻ അല്ലെങ്കിൽ പഞ്ചസാര ലായനിയുടെ പ്രത്യേകത എന്താ, യെസ്, ഇവരെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് പഞ്ചസാരേന്റെ ആളും ഉണ്ടായിരിക്കും, വെള്ളത്തിന്റെ ആളും ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ രണ്ട് ടൈപ്പ് മോളിക്യൂൾ ഉണ്ട്. സോ ഇവരാരാണ്, ഇവര് മിക്സ്ചേഴ്സ് ആണ് അല്ലെ, ഇവര് മിശ്രിതങ്ങളാണെന്ന് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് സോഡയാണ്. സോഡ നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ടാണ് അല്ലെ. അതായത് രണ്ട് ടൈപ്പ് മോളിക്യൂൾ ഇല്ലേ. സോ അവരും ആര് തന്നെയാണ്, മിക്സ്ചേഴ്സ് തന്നെയാണ് അല്ലെ. നെക്സ്റ്റ് ഓക്സിജൻ ആണ്. ഓക്സിജൻ എന്ന് പറയുന്ന സമയത്ത് പ്യുവർ ആണ്, കാരണം ഓക്സിജന്റെ ആള് മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ, അത് നോക്കിയാൽ ഉണ്ടാവുള്ളൂ അല്ലെ. നെക്സ്റ്റ് വായു, എയർ എന്ന് പറയുമ്പോൾ എന്താണ്, അത് മിക്സ്ചർ ആണ്, കാരണം എയർ എന്ന് പറയുന്ന സമയത്ത് അതിനകത്ത് ഓക്സിജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് അല്ലെ, വാട്ടർ വേപ്പർ ഉണ്ട്, അങ്ങനെ ഒരുപാട് ആളുകൾ ചേർന്നിട്ടുള്ളതാണ് വായു. സോ അത് ഒരു മിക്സ്ചർ ആണ്. ഇനി മെർക്കുറി, അയേൺ, കോപ്പർ സൾഫേറ്റ് നോക്കിയാൽ നിങ്ങൾ, ഇവർ മൂന്ന് പേരും എന്താണ്, മെർക്കുറി എന്ന് പറയുന്നത് എന്താണ്, പ്യുവർ ആയിട്ടുള്ള ഒരാളാണ്. അയേൺ എന്ന് പറയുന്നത് പ്യുവർ ആയിട്ടുള്ള ഒരാളാണ്. കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്നത് പ്യുവർ ആയിട്ടുള്ള ഒരാളാണ്. കാരണം ഇവരൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവരിലൊക്കെ എന്താണ്, ഒരേ ടൈപ്പ് മോളിക്യൂൾസിനെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. സോ ഇവരൊക്കെ ആരാണ്,
എന്താണ്, ഇവരൊക്കെ നമ്മുടെ പ്യുവർ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് അല്ലെ, നമ്മുടെ ശുദ്ധ പദാർത്ഥങ്ങളാണ് എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക. അടുത്ത ചോദ്യം ഇതാണ്, ഗിവ് 2 എക്സാമ്പിൾസ് ഈച്ച് ഫോർ ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ് മിക്സ്ചർ അല്ലെ, ഏകാത്മക മിശ്രിതവും ഭിന്നാത്മക മിശ്രിതവും 2 എക്സാമ്പിൾസ് ആണ്. അപ്പൊ ഏകാത്മക മിശ്രിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു മിക്സ്ചർ നമ്മൾ നോക്കുന്ന സമയത്ത് ത്രൂ ഔട്ട് ഒരേ പ്രോപ്പർട്ടി ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ ഹോമോജീനിയസ് അഥവാ ഏകാത്മക മിശ്രിതം എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഷുഗർ സൊല്യൂഷൻ ആയിക്കോട്ടെ, നമ്മളുടെ സോൾട്ട് സൊല്യൂഷൻ ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ്, ഏകാത്മക മിശ്രിതങ്ങളാണ്. എവിടെ നിന്ന് നമ്മൾ നോക്കിയാലും അതിനെന്താണ്, ഒരേ പ്രോപ്പർട്ടി ആയിരിക്കും അല്ലെ. എന്നാൽ ഹെട്രോജീനിയസ്, ഹെട്രോ എന്ന് പറയുന്നത് തന്നെ അതിന്റെ അർത്ഥം ഡിഫറെന്റ് എന്നാണ് അല്ലെ, ഭിന്നാത്മക മിശ്രിതം. അപ്പൊ നമ്മൾ ഒരു മിക്സ്ചർ നോക്കുന്ന സമയത്ത് അതിന്റെ ഓരോ ഭാഗത്തുനിന്ന് നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴും ഓരോ പ്രോപ്പർട്ടി ആണ് കാണിക്കുന്നതെങ്കിൽ, ഇഫ് എ മിക്സ്ചർ എക്സിബിറ്റ് ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ഇൻ ഡിഫറെന്റ് പാർട്സ് അല്ലെ, അതിനെയാണ് നമ്മൾ ഹെട്രോജീനിയസ് അഥവാ ഭിന്നാത്മക മിശ്രിതം എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ എന്താണ് മഡി വാട്ടറും അതുപോലെ തന്നെ നമ്മുടെ സംഭാരം അല്ലെ, ബട്ടർ മിൽക്കും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആലോചിച്ച് വെക്കാവുന്നതാണ്. അപ്പൊ ഇതാ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. മക്കൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അടിപൊളിയായിട്ട് നാളത്തെ എക്സാം എഴുതാടാ. എല്ലാവർക്കും മിസ്സിന്റെ ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.